വയനാട്ടിൽ കോൺഗ്രസിലെ പ്രതിസന്ധി തുടരുന്നു. നേതാക്കളെടുക്കുന്ന തീരുമാനത്തോട് തനിക്ക് യോജിപ്പില്ലെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്ന സംഭാഷണം എൻ.എം. വിജയന്റെ കുടുംബം പുറത്തുവിട്ടു. കുടുംബത്തിന് നൽകിയ ഉറപ്പ് പാലിച്ചെന്ന ടി സിദ്ദിഖിന്റെ വാദം തള്ളി എൻ.എം. വിജയന്റെ മരുമകൾ പത്മജ രംഗത്തെത്തി. ആത്മഹത്യ ചെയ്ത ജോസ് നെല്ലയിടത്തിന്റെ വീട്ടിൽ പോകാൻ നേതാക്കൾക്ക് ധൈര്യമില്ലെന്ന് CPM ജില്ലാ സെക്രട്ടറി കെ റഫീഖ് പറഞ്ഞു. എൻ.എം. വിജയന്റെ കുടുംബവും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും തമ്മിലുള്ള സംഭാഷണം പുറത്തുവന്നതോടെ കോൺഗ്രസ് കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കോൺഗ്രസ് കരാർ പാലിക്കാത്തതിനെ തുടർന്നാണ് കുടുംബം തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ കണ്ടത്. ആ സമയം നടത്തിയ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് പറ്റില്ലെന്ന് പറയുന്നത് ഞാൻ യോജിക്കുന്നുമില്ല. തുക കൊടുക്കാൻ തീരുമാനിക്കേണ്ടതായിരുന്നുവെന്നും നേതാക്കളെടുക്കുന്ന നിലപാടുകളോട് ഒരു യോജിപ്പുമില്ലെന്നും തിരുവഞ്ചൂർ പറയുന്നു. ഹണി ജോസഫ് സാർ എന്ന് വിളിച്ചു നോക്കുന്നു, അവരോടുള്ള കാര്യം പറ. ഒരു കാര്യം പറയാം, എനിക്ക് ഈ വിളിച്ചില്ല ഇഷ്ടമല്ല. ഞാൻ രാഷ്ട്രീയത്തിൽ നിന്നൊക്കെയാണ്, പക്ഷെ രാഷ്ട്രീയത്തിനകത്തെ തരികിട പണിയോടൊന്നും ഞാൻ യോജിക്കില്ല, കൂടെ ഉള്ളവനായിട്ട്. കരാറിൽ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും പാലിച്ചു എന്ന ടി സിദ്ദിഖിന്റെ വാദം തള്ളി വിജയന്റെ മരുമകൾ പത്മജ രംഗത്തെത്തി. സിദ്ദീഖ് പറയുന്നുണ്ടല്ലോ കരാർ ഉണ്ടാക്കി, ആദ്യം അവര് തന്നെ അവരുടെ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തട്ടെ. എനിക്ക് 20 ലക്ഷം രൂപ ബിസിനസ്സിന് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നിട്ടില്ല. ഞാൻ ബിസിനസ് തുടങ്ങിയത് PMEGP ലോൺ എടുത്തിട്ടാണ് ഞാൻ തുടങ്ങിയത്. അത് ആർക്കും എവിടെ വേണമെങ്കിലും അന്വേഷിക്കാവുന്ന കാര്യമാണ്. കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത കോൺഗ്രസ് നേതാവ് ജോസ് നല്ലയിടത്തിന്റെ വീട്ടിൽ പോലും പോകാൻ ധൈര്യമില്ലാത്തവരാണ് കോൺഗ്രസിന്റെ വയനാട്ടിലെ MLA-മാരും MP-യുമെന്ന CPM ജില്ലാ സെക്രട്ടറി കെ റഫീഖ് ആരോപിച്ചു. മൃതശരീരം സന്ദർശിക്കാൻ പോലും ജില്ലയിലുള്ള പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാർ തയ്യാറായില്ല എന്നത് കോൺഗ്രസ് എത്രമാത്രം ക്രൂരമായി മാറിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ സംഭാഷണം കൂടി പുറത്തായതോടെ സംഘടനക്കകത്തെ പ്രശ്നങ്ങളാണ് മറനീക്കി പുറത്തു വരുന്നത്. മീഡിയ 1 വയനാട്.